മലയോര ജനതയെ കുടിയിറക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായും ഇതിനെ ജനകീയ പിന്തുണയോടെ നേരിടുമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ പി.വി. അൻവർ മൂത്തേടം പഞ്ചായത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ഉദ്ഘാടനം കാരപ്പുറത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ തമ്പടിക്കുകയാണ്. മനുഷ്യരെ കൊലപ്പെടുത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നപരിഹാരം എന്തെന്ന് സർക്കാർ പറയുന്നില്ല. തുറന്നിട്ട മൃഗശാലയായി കേരളം മാറിക്കഴിഞ്ഞുവെന്നും പി.വി. അൻവർ പറഞ്ഞു. ജനസാന്ദ്രമായിരുന്ന മലയോര മേഖലയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ജനങ്ങൾ ഇറങ്ങുകയാണെന്നും പി.വി. അൻവർ പറഞ്ഞു. വന്യമൃഗശല്യം മൂലം ജനങ്ങൾ പ്രാണഭീതിയിൽ കഴിയുമ്പോൾ വനത്തിന്റെ വിസ്തൃതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. നിലമ്പൂരിൽ മാത്രം 161 കർഷകരുടെ ഭൂമി വാങ്ങി വനത്തോട് ചേർത്ത് കഴിഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ നടത്തുന്ന ആസൂത്രിതമായ അജണ്ടയാണ് ഇതിനു പിന്നിലുള്ളത്. കർഷകരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ വനംവകുപ്പിന് അനുമതി നൽകുന്നതിനെ നിയമസഭയിൽ എതിർത്തത് താൻ മാത്രമായിരുന്നുവെന്നും പി.വി. അൻവർ പറഞ്ഞു. 3000 കോടി രൂപയുണ്ടെങ്കിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനഭൂമിക്ക് അതിരിൽ ശക്തമായ വേലി തീർക്കാൻ കഴിയും. തിരുവനന്തപുരത്തും തൃശൂരും കാഴ്ച ബംഗ്ലാവുകളിൽ കടുവയും പുലിയുമെല്ലാമുണ്ട്. അവ പുറത്തിറങ്ങാത്തത് സുരക്ഷിതമായ വേലിയുള്ളതുകൊണ്ടാണ്. വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കുമെന്ന് കേരളത്തിലെ പ്രധാന മുന്നണികൾ വ്യക്തമാക്കണം. സംസ്ഥാനത്തെ 4 ജില്ലകളിലുള്ള ജനങ്ങൾ മലപ്പുറത്ത് മാത്രമുണ്ട്. 51 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്തിന് കൂടുതൽ വികസനം വേണമെങ്കിൽ ജനത്തിന് ആനുപാതികമായി ജില്ല വിഭജിക്കേണ്ട ആവശ്യം അനിവാര്യമായിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധന നടത്തിയാൽ കാണാൻ പറ്റും. ഇവർക്ക് ലാബിലേക്ക് എഴുതി കൊടുക്കുമ്പോൾ ഇന്ന ലാബിലേ പോകാവൂ, ഇന്ന സ്കാനിങ് സെന്ററിൽ പോകണം, അല്ലേ? എത്രയാ കൂട്ടരെ ഇതിന്റെയൊക്കെ കമ്മീഷൻ? 5000 ഉറുപ്പികയുടെ സ്കാനിങ് നടക്കുമ്പോൾ 2500 ഉറുപ്പിക എഴുതി കൊടുത്ത ഡോക്ടറുടെ വീട്ടിൽ അതാത് ആഴ്ചയിൽ കണക്കെഴുതി കൊണ്ടുപോയി പണം കൊണ്ടു കൊടുക്കുന്ന നാടിന്റെ പേരാണ് പിണറായി ഭരിക്കുന്ന കേരളം. തമിഴ്നാട്ടിൽ നടക്കുവോ? ഇവിടുന്ന് 50 കിലോമീറ്റർ കയറിയ കൂടുതലിവരാണല്ലോ. നടക്കുവോ? ആ ഡിജിറ്റ് കാലൊടിക്കുന്ന നിങ്ങള്. നമ്മൾ ഭയങ്കര വിദ്യാസമ്പന്നര്, വലിയ സാംസ്കാരിക എന്താ പറയാ ആളുകള്. നമുക്കൊന്നും ആശുപത്രിയിൽ പോയാൽ വർത്താനം കൂടി പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ അവന്റെ പേരിൽ അപ്പ കേസെടുക്കും. പുതിയ നിയമം കൊണ്ടുവന്നു ഈ പിണറായി. ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് ഇവിടെ പുതുക്കി നിശ്ചയിച്ചു, നിയമം അതിശക്തമാക്കി. എന്നറിയുന്ന ആളുകൾ ഞാൻ രാജിവെക്കുന്നതിന് ഏകദേശം 8 മാസം മുമ്പ് അത് പത്തനംതിട്ട ആശുപത്രിയിൽ ഒരു ലേഡി ഡോക്ടറെ തലക്ക് വെളിവില്ലാത്തൊരുത്തമൊന്ന് കുത്തിക്കൊന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേരളത്തിലെ ഡോക്ടർമാർ 1 മണിക്കൂർ ഇവിടെ സമരം നടത്തി. ആ സമരം നടത്തിയതിന്റെ 4ാമത്തെ ദിവസം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ, സേഫ്റ്റി ബില്ലിന്റെ അമെന്റ്മെന്റ് കൊണ്ടുവന്നു ഗവൺമെന്റ്. ഞാൻ അന്ന് ഈ പറയുന്ന CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഞാൻ പറഞ്ഞു, ഈ നിയമം ഇവിടെ നടപ്പിലാക്കരുത്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സേഫ്റ്റി വേണം, അവരെ സംരക്ഷിക്കണം, ഒരു തർക്കമില്ല. പക്ഷെ ഈ നിയമം ഇവിടെ നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലും പൊതുജനത്തിലെ ഒരാൾക്കോ ഒരു പൊതുപ്രവർത്തകനോ പോയി എന്താണ് ഡോക്ടറെ ഈ ചെയ്തത് എന്ന് ചോദിച്ചാൽ അപ്പ ജയില, 15 ദിവസം ജാമ്യമില്ല. നിയമം മാറ്റി എഴുതിയോടെ അറിയാം. വിവിധ പാർട്ടികളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന 50ഓളം പേരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച ക്ഷീര കർഷകനെയും ചടങ്ങിൽ അനുമോദിച്ചു. മുണ്ടോടൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ES സുഗു, അഡ്വക്കേറ്റ് സാജിദ് ബാബു, ഉമ്മർ ഇട്ടേപ്പാടൻ, ഇസ്മായിൽ, ജോഷി ചുങ്കത്ര, ഷെരീഫ് മഞ്ചേരി എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി കാരപ്പുറം ടൌണിൽ ശക്തി തെളിയിച്ച് പ്രകടനവും നടത്തി. ഈസ്റ്റ് ലൈവ്, എടക്കര.